വഴുതനങ്ങത്തോരൻ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്ക്, ഭയങ്കര ടേസ്റ്റിയാണ്. വഴുതനങ്ങ ഇതേപോലെ അരിയുക, കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിടുക. ഇതിൽ ഭയങ്കര കറിയുണ്ട് വഴുതനയ്ക്ക്, കണ്ട നല്ല കറിയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം ഇതേപോലെ വെള്ളത്തിലിട്ട് എടുത്ത് വാല വയ്ക്കുക. എന്നിട്ട് സബോള, പച്ചമുളക്, ഇത്തിരി വേപ്പില, കടുക്. അപ്പോൾ ഇതാണ് വഴുതന ഉപ്പേരി, കാബേജ് തോരൻ വയ്ക്കണ പോലത്തെ ഉപ്പേരി. ഇത് ഉണക്കയില മാങ്ങിയിട്ട് വെച്ച കറി. ഇതിന് നല്ല ചൊടിയാണ് ഉണക്കയില മാങ്ങിയിട്ടിട്ട് വെച്ചാൽ. ചീഞ്ചട്ടി വെച്ച് കടുക് ഇട്ട്, കടുക് പൊട്ടി കഴിയുമ്പോൾ സബോളയും പച്ചമുളക് അരിഞ്ഞിട്ട് തൈരിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ബ്രൗൺ കളറൊന്നും ആവണ്ട, കുറച്ച് ഒരു നിറം മരുന്ന് വരെ വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് നാളികേരമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ കഴുകി വെച്ച വഴുതനങ്ങ അതിലിടുക. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ നല്ലോണം കത്തിക്കുക. എന്നിട്ട് നല്ലപോലെ ചൂട് പിടിക്കുമ്പോൾ തീ കുറയ്ക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇളക്കി അതിനൊന്ന് കമത്തി മൂടിയിടുക. കുറച്ച് നേരം സിമ്മിട്ടിട്ട് വേണം കേട്ടോ. വീണ്ടും പെട്ടെന്ന് ഇതിനെ തുറന്നിട്ട് ഇളക്കി നോക്കണം. വീണ്ടും മൂടണം വെന്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ഇപ്പോൾ വഴുതനങ്ങത്തോരനൊക്കെ വെന്തു. നമ്മളിതിൽ ഉള്ളിയും മുളകൊക്കെ കുത്തിക്കാച്ചി വയ്ക്കലാണ് പതിവ്. ഇതൊരു പുതിയ വെറൈറ്റി. ഇതാണ് വഴുതനങ്ങത്തോരൻ. പിന്നെ അത് ഉണക്കയില മാങ്ങിയിട്ട് വെച്ച കറി. ഈ കറി ഉണ്ടെങ്കിൽ റേഷനരി ചോറ് വെച്ച ഉണ്ണാത്തവരും ഉണ്ണും.